പറയുന്ന VS മാറി എന്നതൊരു വസ്തുതയാണ്. ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ADGP അജിത് കുമാറിന്റെയും ഈ പറയുന്ന P ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അഴിമുറിച്ച് ഉപ്പ് തേച്ച് ആ ഡ്രം അട്ടിക്കിട്ട് അതിന്റെ മുകളിൽ കയറി പുറത്തു ചാടി നാട്ടുകാർ പിടിക്കുന്നവരെ അവിടെ ഈ ജയിലിന് ചുറ്റി നടന്ന ഒരു ഗോവിന്ദചാമിയെ അതാണ് ആ കഥ, ആ സ്റ്റോറി വിശ്വസിക്കാൻ കോമൺ സെൻസ് ഉള്ളവർക്ക് സാധ്യമല്ല. നമ്മളൊരു കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കുള്ളതാണ്. ഒരു നിലക്കും യോജിക്കാത്ത ഞാൻ കാണിച്ചു ആ മുറിച്ച കമ്പിയുടെ രൂപം. പോലീസ് പറയുന്ന എന്താ പറയാ ആക്സോ ബ്ലേഡിന്റെ ശേഷി എത്രയാണ്? 1000 ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുറിക്കാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പ് ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കൃത്യമായി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ്. ഇനി അത് മുറിച്ചാൽ തന്നെ അത് വളക്കാൻ ഒരു വ്യക്തിക്കോ 2 വ്യക്തികൾക്കോ 4 വ്യക്തികൾക്കോ സാധ്യമല്ല. അതാണ് രണ്ടാമത്തെ വിഷയം. പിന്നെ ഡ്രമ്മിന്റെ കാര്യം, അതിപ്പോൾ നമ്മളിവിടെ കൃത്യമായി കാണിച്ചു. ഒരു നിലക്കും 3 ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ 2 ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കും കയറാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, ഈ 3 ഡ്രം തന്നെ അട്ടിക്ക് വെച്ചാലും അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കാണിച്ചു. അവിടെ കെട്ടിത്തൂക്കിയ ആ തുണിയിലേക്ക് പറന്ന് പിടിക്കേണ്ടി വരും. അതും സാധ്യമല്ല. ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ, ഈ വ്യക്തി എന്തിനാ ജയിൽ ചാടുന്നത്? എത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട് വിടാനാണ്. സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിൽ ഈ ലോകത്ത് ഏതൊരു മനുഷ്യൻ്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? രക്ഷപ്പെടുക എന്നാണ്. ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്തു നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ്. ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദചാമി ശ്രമിച്ചിട്ടില്ല. അതിൽ പോയ ഒരു പാണ്ടി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്നത് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, പാവപ്പെട്ടവർ, തൊഴിലാളികൾ VSനെ സ്നേഹിച്ചത്, ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു. VS എടുത്ത നിലപാടുകൾ വന്നു. ആ VSനെ തരം താഴ്ത്താൻ CPMന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവർത്തികൾ ഇവിടെ ചർച്ചയായി. പിരപ്പൻകോട് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇവിടെ ചർച്ചയായി. ഇവിടെ പലതും ചർച്ചയായി. ഇന്നത്തെ പിണറായിസ ഗ്രൂപ്പിന് വമ്പൻ തിരിച്ചടിയായി. രാഷ്ട്രീയത്തിൽ മരിച്ച പറയുന്ന VS മാറി എന്നതൊരു വസ്തുതയാണ്. ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ADGP അജിത് കുമാറിന്റെയും ഈ പറയുന്ന P ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് നമ്മളിത് വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് ഇപ്പോൾ അവിടെ വേണമെങ്കിൽ ആ റോഡ് ഈ പറയുന്ന ഗ്രില്ല് അറുത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തേക്കും.